ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 29 മോഹിനി അവതാരം. പലാഴി മദനത്തിന്റെ മൂന്നാം ഭാഗമാണ് അമൃതഹരണവും അസുര നിഗ്രഹവും. നമുക്കറിയാം പാലാഴി മഥനത്തുണ്ടായ കാരണങ്ങളും ആ പാലാഴി മഥനം തുടങ്ങുവാനുണ്ടായ സാഹചര്യവും അത് എപ്രകാരമാണ് തുടങ്ങിയതെന്നും അത് തുടങ്ങിയതിന് ശേഷം അനുഭവിച്ച ദുരിതങ്ങളെ കുറിച്ചും വിശദമായിട്ട് പറഞ്ഞതാണ്. ഇനി പാലാഴി മഥനത്തിന്റെ അവസാന ഭാഗമാണ്. ആ കിട്ടിയ അമൃതത്തെ അസുരന്മാര് പിടിച്ചെടുത്തുകൊണ്ടു പോവുകയും അതിനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ മോഹിനി രൂപം കൊണ്ട് അവരിൽ നിന്ന് അത് തിരിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു ഭാഗത്തിന്റെ ഉള്ളടക്കം. ഒന്നാമത്തെ ശ്ലോകം. ഉദ്ഗച്ഛതസ്തവകരാദമൃതം ഹരത്സു ദൈത്യേഷു താനശരണാനനുനീയ ദേവാൻ സദ്യസ്ഥിരോദതിത ദേവ ഭവത്പ്രഭാവാത് ഉദ്യത്സയോദ്യ കലഹാദിദിജാബിഭൂ. ഉദ്ഗച്ഛതഃ തവ കരാത് അമൃതം ഹരത്സോ ദൈത്യേഷു താൻ അശരണാൻ അനുനീയ ദേവാൻ സദ്യഃ തിരോധതിഥ ദേവാ ഭവത്പ്രഭാവാത് ഉദ്യത് സ യൂദ്യകലഹാഃ ദിദിജാഃ ബഭൂവുഃ. ഉദ്ഗച്ഛതഃ തവ കരാത്. അങ്ങനെ അമൃതകുംഭവുമായി പാലാഴിയിൽ നിന്നും പൊങ്ങി വന്ന അങ്ങയുടെ കൈകളിൽ നിന്നും ആ ധന്വന്തരി മൂർത്തിയായി വന്നത് ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് അങ്ങയുടെ കൈകളിൽ നിന്നും എന്ന് പറയുന്നത്. ദൈത്യേഷു ആ അസുരന്മാർ അമൃതം ഹരത്സു അമൃതം അപഹരിച്ചപ്പോൾ താൻ അശരണാൻ ദേവാൻ ആരും ആശ്രയമില്ലാതെ ഭഗവാൻ അല്ലാതെ മറ്റൊരാശ്രയമില്ലാത്ത ആ ദേവന്മാർ ആ അശരണരായിട്ടുള്ള ആ ദേവന്മാരെ അനുനീയ ഭഗവാൻ ഒന്ന് നോക്കി എന്നിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് സദ്യഹ ഉടനെ തന്നെ തിരോദിതാഹ അവിടെ നിന്നും അപ്രത്യക്ഷനായി. പെട്ടെന്ന് അവിടെ നിന്നും ഭഗവാൻ അന്തർധാനം ചെയ്തു. എന്നാൽ ദിദിജാഹ ആ അസുരന്മാരാകട്ടെ ഭവത് പ്രഭാവാത് അങ്ങയുടെ മായയുടെ പ്രഭാവത്താൽ ഉദ്യത്സു യൂദ്യ കലഹാഹ അവരപ്പോൾ തന്നെ പരസ്പര യുദ്ധം തുടങ്ങി, കലഹിക്കാൻ തുടങ്ങി. ആ അമൃത കുംഭം എടുത്തുകൊണ്ട് ഓടിയ ആളോട് അടുത്ത ആള് പിടിച്ചു പറിക്കാൻ ചേർന്നു. അങ്ങനെ അവര് തമ്മിൽ അതല്ല ഞാനല്ലേ കൊണ്ടുവന്നത് അങ്ങനെ പറഞ്ഞ അവര് തമ്മിൽ തന്നെ കലഹം തുടങ്ങി. ഇതാണ് അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അങ്ങനെ അവര് പരസ്പരം കലഹിക്കുവാൻ തുടങ്ങി. അതിനാണ് മേൽപ്പത്തൂർ പറയുന്നത്, അല്ലയോ ഭഗവാനെ അത് അങ്ങയുടെ മായയുടെ പ്രഭാവത്താലാണ് അവരങ്ങനെ കലഹിച്ചത് എന്നാണ് മേൽപ്പത്തൂർ ഇവിടെ പറയുന്നത്. അങ്ങനെ അവര് തമ്മിൽ അങ്ങനെ കലഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഭഗവാൻ ബഭൂവുഹു ആവിർഭവിച്ചു. ഭഗവാൻ അവരുടെ അടുത്തേക്ക് ചെന്നു. അമൃതകുംഭവുമായിട്ട് പാലാഴിയിൽ നിന്നും പൊങ്ങി വന്ന ആ ധന്വന്തരമൂർത്തിയാകുന്നല്ലയോ ഭഗവാനെ അങ്ങയുടെ കരത്തിൽ നിന്ന് ആ അസുരന്മാര് അമൃതം അപഹരിച്ചപ്പോൾ അവിടുന്നല്ലാതെ മറ്റൊരു ആശ്രയമില്ലാത്ത ആ ദേവന്മാര് വിഷമിക്കുന്നത് കണ്ട് അവരെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് നെന്തിരുവടി അവിടെ നിന്നും അന്തർദാനം ചെയ്തു. ആ അമൃത കുംഭവും കൈ പിടിച്ചുകൊണ്ട് അതേ ചൊല്ലി അവർ പരസ്പരം വഴക്കടിക്കുവാൻ തുടങ്ങി. ആ സമയം ഭഗവാൻ അവിടെ അവതരിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഉദ്ഗച്ഛതസ്തവകരാദമൃതം ഹരത്സു ദൈത്യേഷു താനശരണാനനുനീയ ദേവാൻ സദ്യസ്ഥിരോദതിത ദേവ ഭവത്പ്രഭാവാത് ഉദ്യത്സയൂദ്യ കലഹാദിദിജാബഭൂ. ശ്ലോകം 2. ശ്യാമാം രുജാപി വയസാപി തനും തദാനിം പ്രാപ്തോസി തുംഗകുജമണ്ഡലഭംഗുരാം ത്വം പീയൂഷകുംഭകലഹം പരിമുച്യ സർവേ തൃഷ്ണാകുലാ പ്രതിയയോത്തു ദുരോജകുംഭേ. ശ്യാമാം രുജാ അപി വയസാ അപി തനും തദാനീം പ്രാപ്തഃ അസി തുംഗകുജമണ്ഡല ഭംഗുരാം ത്വം പീയൂഷകുംഭകലഹം പരിമുച്യ സർവേ തൃഷ്ണാകുലാഃ പ്രതിയയുഃ ത്വത് ഉരോജകുംഭേ.
ശ്യാമാം രുജാ അപി വയസാ അപി തനും തദാനീം. അപ്പോൾ അങ്ങനെ ആ അസുരന്മാർ തമ്മിൽ കലഹിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസരത്തിൽ ഭഗവാനാകട്ടെ ശ്യാമാം, ശ്യാമനിറത്തോടെ, അതായത് കൃഷ്ണവർണ്ണത്തോടു കൂടി, രുചാ അപി, ആ നിറ യൗവനമാർന്ന, വയസാ അപി, ആ ഒരു പ്രായത്തിലുള്ള ഒരു സ്ത്രീ രൂപം കൈക്കൊണ്ടുകൊണ്ട്, തുങ്കകുജമണ്ഡല ഭംഗുരാം, തുങ്കകുജമണ്ഡലം, വൃത്താകാരത്തിൽ ഉയർന്നു ശോഭിക്കുന്ന ആ നിറഞ്ഞ യൗവനമാർന്ന നിറമാറിടം, ആ നിറഞ്ഞ മാറിടത്തിന്റെ ഭാരം കാരണമാണ് ഇത്തിരി മുന്നോട്ട് ഒടിഞ്ഞ ആ ഒരു വയറാണ് എന്ന് പറയണം. അപ്പൊ ആ വയറിന്റെ ആ ഒരു ആലില പോലെ ഒട്ടിക്കിടക്കുന്ന ആ വയറിന്റെ ഒരു ഭംഗിയും കൂടെ പറയുകയാണ്. അങ്ങനെ അത്രയും സുന്ദരിയായിട്ടുള്ള ത്വം സർവേ, അപ്പോൾ അങ്ങ് അവരുടെ മുമ്പിലായിട്ട് പ്രാപ്തഹ അസി, പ്രത്യക്ഷപ്പെട്ടു, മോഹിനി രൂപം പൂണ്ട് അവതരിച്ചു. സർവേ, അവരെല്ലാവരും പീയൂഷ കുംഭ കലഹം പരിമുച്യ, ആ അമൃതകുംഭം സംബന്ധമായ ആ കലഹത്തെ നിർത്തിയിട്ട് അവരാ കലഹം അവസാനിപ്പിച്ച്, ത്വദുരോജകുംഭേ, അങ്ങയുടെ ആ നിറഞ്ഞ മാറിടത്തിന്റെ സൗന്ദര്യത്തിൽ ആകർഷിക്കപ്പെട്ട്, തൃഷ്ണാകുലഹ, ആ സ്തനകുംഭങ്ങളോടുള്ള അത്യാഗ്രഹം കാരണം പരവശന്മാരായി തീർന്നു. പ്രതിയയഹു, അങ്ങനെ അവരാ കലഹമെല്ലാം അവസാനിപ്പിച്ച് ആ മോഹിനിയുടെ പിന്നാലെ വന്നു. അങ്ങനെ അസുരന്മാര് തമ്മിൽ വഴക്കടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭഗവാനാകട്ടെ കൃഷ്ണവർണ്ണത്തോടും നിറ യൗവനത്തോടും വൃത്താകാരത്തിൽ ഉയർന്നു ശോഭിക്കുന്ന കുജമണ്ഡലഭാരത്താൽ അല്പം മുന്നോട്ട് വളഞ്ഞ ശരീരത്തോടും കൂടിയ ആ മോഹിനി വേഷത്തിൽ അവരുടെ മുമ്പിൽ അവതരിച്ചു. അതേസമയം അസുരന്മാരാകട്ടെ അമൃതകുംഭ സംബന്ധമായ കലഹമെല്ലാം ഉപേക്ഷിച്ച് ആ മോഹിനിയുടെ നിറഞ്ഞ മാറിടത്തോടുള്ള അത്യാഗ്രഹം കാരണം പരവശന്മാരായി അവളിൽ മോഹിതരായിട്ട് അവളുടെ പിന്നാലെ വന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ശ്യാമാം രുചാപി വയസാപി തനും തദാനിം പ്രാപ്തോസി തുംഗകുജമണ്ഡലഭംഗുരാം ത്വം പീയൂഷ കുംഭകലഹം പരിമുച്യ സർവേ തൃഷ്ണാകുലാ പ്രതിയായൂത്തൊദുരോജകുംഭേ. മൂന്നാമത്തെ ശ്ലോകം. കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാം ഇത്യാരൂഢരാഗവിവശാനഭിയാചതോ മൂൻ വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യാ ഇത്യാലവന്നപി സുവിശ്വസിതാനതാനി. കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാം ഇമാം ഇതി ആരൂഢരാഗ വിവശാൻ അഭിയാചതഃ അമൂൻ വിശ്വസ്യതേ മയി കഥം കുലടാ അസ്മി ദൈത്യ ഇതി ആലവൻ അഭി സുവിശ്വസിതാൻ അതാനി. മൃഗാക്ഷി, മൃഗത്തിന്റെ അക്ഷിയുള്ളവൾ, അതായത് മാൻമിഴിയാളെ, അല്ലയോ മാൻമിഴിയാളെ സുന്ദരി, കാത്വം, നീ ആരാണ്, ഇമാം സുധാം, ഈ അമൃതത്തെ, വിഭജസ്വ, ഞങ്ങൾക്ക് തുല്യമായി വിഭജിച്ചു തന്നാലും, ഇതി അഭിയാചതഃ, എന്നിങ്ങനെ അപേക്ഷിച്ച, ആരൂഢരാഗവിവശാൻ, മോഹിനിയോടുള്ള ആ പ്രേമത്താൽ, ആ അനുരാഗത്താൽ അങ്ങനെ വിവശരായി തീർന്ന അമൂൻ, അവരോട്, ഹേ ദൈത്യ, അല്ലയോ ദൈത്യന്മാരെ, മയി കഥം വിശ്വസ്യതേ, നിങ്ങൾ എങ്ങനെയാണ് എന്നെ വിശ്വസിക്കുന്നത്? ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്നെ ഇപ്പോഴല്ലേ നിങ്ങൾ കണ്ടത്, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എന്നെ വിശ്വസിക്കാനാവും? കുലടാ അസ്മി, ഞാനൊരു വേശ്യയാണ്. ഇതി ആലപൻ അഭി, ഇപ്രകാരം ആ മോഹിനി വേഷം പൂണ്ട അല്ലയോ ഭഗവാനെ അങ്ങ് അവരോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ വിശ്വസിപ്പിക്കുകയാണ്. അതാണ് സുവിശ്വസിതാൻ അദാനി, അത്യധികമായിട്ടുള്ള ആ ഒരു വിശ്വാസത്തെ അവരിൽ ജനിപ്പിച്ചു. ആ അസുരന്മാരുടെ മുമ്പിലേക്ക് ഇത്രയും സൗന്ദര്യവതിയായിട്ടുള്ള മോഹിനി രൂപം ധരിച്ചുകൊണ്ട് ഭഗവാൻ എത്തിച്ചേർന്നപ്പോൾ അവളെ കണ്ട് മോഹിതരായിട്ട് അവളോട് ചോദിക്കുകയാണ്, അല്ലയോ സുന്ദരി മാൻമിഴിയാളെ, നീ ആരാണ്? യാതൊരു വ്യത്യാസവും കൂടാതെ എല്ലാവർക്കും ഒരുപോലെ ഈ അമൃതത്തെ ഒന്ന് പങ്കുവെച്ചു തന്നാലും എന്നിങ്ങനെ അത്രയും അനുരാഗപരവശരായ ആ ദൈത്യന്മാർ ആ മോഹിനിയോട് അപേക്ഷിച്ചു. അപ്പോൾ മോഹിനിയാകട്ടെ അവരിൽ ഒരു വിശ്വാസം ജനിപ്പിക്കുന്ന രീതിയിൽ ആകർഷകത്വമായിട്ടുള്ള ആ ചേഷ്ടകളോടുകൂടി, നിങ്ങൾ എപ്രകാരമാണ് എന്നെ വിശ്വസിക്കുന്നത്, ഞാനൊരു വേശ്യയാണ് എന്ന് അവരോട്
തുറന്നു പറഞ്ഞു. ആ തുറന്നു പറച്ചിലിൽ മാത്രമല്ല, അവളുടെ സൗന്ദര്യത്തിൽ അത്യാകർഷിക്കപ്പെട്ടതായിട്ടുള്ള അവരാകട്ടെ അതൊന്നും കാര്യമാക്കിയില്ല. അങ്ങനെ ആ ഒരു വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ മോഹിനി അവരോട് പെരുമാറി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാം ഇത്യാരൂഢരാഗവിവശാനഭിയാജതോ മൂൻ വിശ്വസ്യതേ മയി കഥം കുലടാസ്മി ദൈത്യ ഇത്യാലപന്നപി സുവിശ്വസിതാനദാനീ. നാലാമത്തെ ശ്ലോകം. മോദാൻ സുധാ കലശമേഷു ദദത്സു സാത്വം ദുശ്ചേഷ്ടിതം മമ സഹദ്വമിതി ബ്രുവാണാം പങ്ക്തിപ്രഭേദ വിനിവേശിത ദേവദൈത്യാം ലീലാവിലാസഗതിഭി സമദാ സുധാം താം. മോദാത് സുധാകലശം യേഷു ദദത്സു സാ ത്വം ദുശ്ചേഷ്ടിതം മമ സഹദ്വം ഇതി ബ്രുവാണഃ പങ്ക്തിപ്രഭേദ വിനിവേശിത ദേവദൈത്യ ലീലാവിലാസഗതിഭിഃ സമദാഹ സുധാം താം. അങ്ങനെ ആ അസുരന്മാർ സന്തോഷത്തോടുകൂടി അമൃതകലശത്തെ ആ മോഹിനിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പോൾ ആ മോഹിനി വേഷം പൂണ്ട അല്ലയോ ഭഗവാനെ അവിടുന്ന് യേശു ആ അസുരന്മാർ മോദാത് വളരെ സന്തോഷത്തോടുകൂടി സുധാകലശം ആ അമൃതകുംഭത്തെ ദദത്സു ഭഗവാനെ ഏൽപ്പിച്ചു. അപ്പോൾ സാ ത്വം ആ മോഹിനി വേഷം പൂണ്ട അങ്ങാകട്ടെ ആ അസുരന്മാരോട് മമ ദുശ്ചേഷ്ടിതം സഹത്വം, അസുരന്മാരെ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നു പോയാൽ അത് നിങ്ങൾ ക്ഷമിച്ചേക്കണമേ. ഇതി ബ്രുവാണ എന്നിപ്രകാരം അവരോട് പറഞ്ഞിട്ട് അവരുടെ ആ വിശ്വാസത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചിട്ട് പങ്ക്തിപ്രഭേദം ദേവന്മാരെയും അസുരന്മാരെയും രണ്ടു പന്തിയായിട്ട് തിരിച്ച് അവരെ പുറംതിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുത്തിയിട്ട് ലീലാവിലാസഗതിഭിഹി തന്റെ ആ ലീലാവിലാസത്താൽ ആ അസുരന്മാരെ ഒന്ന് മോഹിപ്പിക്കുമാറ് സമീപത്തൊക്കെ ഒന്ന് നടന്ന് അവരെയൊക്കെ ഒന്ന് തൊട്ട് തലോടി അങ്ങനെ അവരുടെ ആ ഒരു ശ്രദ്ധയെ തന്നിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ട് താം സുധാം ആ അമൃതത്തെ മുഴുവൻ സമദാഹ ആ ദേവന്മാർക്കായിട്ട് വിളമ്പിക്കൊടുത്തു. അങ്ങനെ അസുരന്മാർ സന്തോഷത്തോടുകൂടി ആ അമൃതകലശത്തെ മോഹിനിയെ ഏൽപ്പിച്ചു. അപ്പോൾ ആ മോഹിനി വേഷം പൂണ്ട ഭഗവാനാകട്ടെ അല്ലയോ അസുരന്മാരെ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് അഹിതമായിട്ട് സംഭവിച്ചു പോയാൽ അത് എന്നോട് ക്ഷമിക്കണമേ എന്നൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ട് അവരുടെ ശ്രദ്ധയെ തന്നിലേക്ക് ആകർഷിപ്പിക്കത്തക്കവണ്ണം അവരുടെ സമീപത്തുകൂടിയൊക്കെ ഒന്ന് നടന്ന് അവരെ ഒന്ന് തൊട്ടും തലോടിയൊക്കെ അവരുടെ ആ ഒരു ശ്രദ്ധയെ തന്നിലേക്ക് ആകർഷിപ്പിക്കപ്പെട്ടുകൊണ്ട് ദേവന്മാരെ അസുരന്മാരെയും രണ്ടു പന്തിയായിട്ട് ഇങ്ങനെ ഇരുത്തി പുറംതിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുത്തിയിട്ട് ഭഗവാനാകട്ടെ ആ അമൃതത്തെ മുഴുവനായിട്ട് ദേവന്മാർക്ക് മാത്രമായി നൽകി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. മോദാൻ സുധാ കലശമേഷു ദദത്സു സാത്വം ദുശ്ചേഷ്ടിതം മമ സഹദ്വമിതി ബ്രുവാണാം പങ്ക്തിപ്രഭേദ വിനിവേശിത ദേവദൈത്യാം ലീലാവിലാസഗതിഭി സമദാ സുധാം താം. അഞ്ചാമത്തെ ശ്ലോകം. അസ്മാസ്വീയം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷ്വധ സമാപ്യ സുതാം സുരേഷു ത്വം ഭക്തലോകവശഗോ നിജരൂപമേത്യ സ്വർഭാനുമർത്ഥ പരിപീത സുധാം വ്യലാവി. അസ്മാസു ഇയം അസ്മാസ്വിയം അസ്മാസു ഇയം പ്രണയിനി ഇതി അസുരേഷു തേഷു ജോഷം സ്ഥിതേഷു അധ സമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശഗഃ നിജരൂപം ഏത്യ സ്വർഭാനും അർത്ഥപീത സുധാം വ്യലാവി. അതിനിടയിലൂടെ ഒരു അസുരൻ കയറി വന്ന് ആ അമൃതത്തെ പാനം ചെയ്യുവാൻ തുടങ്ങി എന്ന് പറയുകയാണ്. തേഷു അസുരേഷു ആ അസുരന്മാരാകട്ടെ ഇയം അസ്മാസു പ്രണയിനി ഇവൾ നമ്മളുടെ പ്രണയിനിയാണ്, അതുകൊണ്ട് ഇവൾ നമുക്ക് അഹിതമായിട്ട് യാതൊന്നും ചെയ്യുകയില്ല എന്നുള്ള ആ പരിപൂർണ വിശ്വാസത്തോടുകൂടി ഇതി ജോഷം സ്ഥിതേഷു എന്നിപ്രകാരം വിശ്വാസത്തോടുകൂടി ആ അസുരന്മാര്
മിണ്ടാതെ അങ്ങനെ ഇരുന്നു. നല്ല കുട്ടികളായിട്ട് അവരങ്ങനെ അടങ്ങി അവിടെ ഇരിക്കുമ്പോൾ അതാ അപ്പോൾ ഭക്തലോകവശകഃത്വം, ഭക്തന്മാരുടെ ഇഷ്ടത്തിന് എതിരായിട്ട് യാതൊന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത അല്ലയോ ഭഗവാനെ അങ്ങ് ആ ഭക്തജനങ്ങളുടെ അഭിഷ്ടത്തിന് അധീനനായിട്ടുള്ള അല്ലയോ ഭഗവാനെ അവിടുന്ന് സുധാം സുരേഷു സമാപ്യ ആ അമൃതത്തെ മുഴുവനായിട്ട് ദേവന്മാർക്ക് വിളമ്പി തീർത്തു കളഞ്ഞു. അങ്ങനെ ആ അമൃതം മൊത്തം വിളമ്പിക്കഴിഞ്ഞു. ആ അവസരത്തിലാണ് അർത്ഥ പരിപീത സുധാം, ദേവന്മാരുടെ ഇടയിലിരുന്ന് അമൃതപാനം പകുതിയാക്കിയ സൊർഫാനും ആ രാഹു എന്ന അസുരനെ കണ്ട് നിജരൂപം ഏത്തിയ, തന്റെ സ്വന്തം രൂപം കൈക്കൊണ്ടുകൊണ്ട് വ്യലാവി, തന്റെ സുദർശന ചക്രത്താൽ അവന്റെ തല ഛേദിച്ചു കളഞ്ഞു. എല്ലാവരും അമൃതം പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസരത്തിലാണ് ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ രൂപം ധരിച്ചു വന്ന അസുരനായിരുന്നു ആ ദേവന്മാരുടെ കൂട്ടത്തിലിരുന്ന് അമൃതപാനം ചെയ്തുകൊണ്ടിരുന്നത്. അമൃതപാനം ചെയ്തുകൊണ്ടിരിക്കലെ ഇവരുടെ വായിലെ പല്ല് ദംഷ്ട്രകളെ കണ്ടുകൊണ്ടാണ് സൂര്യചന്ദ്രന്മാർക്ക് മനസ്സിലാക്കിയത് ഇത് അസുരന്മാരാണെന്ന്. അപ്പോൾ തന്നെ ഭഗവാനെ വിവരം അറിയിച്ചു. ഭഗവാൻ തന്റെ സുദർശന ചക്രത്താൽ അവരുടെ കഴുത്ത് ഛേദിച്ചു കളഞ്ഞു. അങ്ങനെ അമൃതം പാനം ചെയ്തതുകൊണ്ട് ആ ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോയില്ല. അങ്ങനെ തലഭാഗം, മുകൾ ഭാഗം രാഹുവും ബാക്കി ഭാഗം കേതുവുമായിട്ട് മാറി. സൂര്യചന്ദ്രന്മാരാണ് അവരെ ഒറ്റിക്കൊടുത്തത് എന്നുള്ള ആ ഒരു വിശ്വാസത്താൽ അവര് ശത്രുക്കളായി തീരുകയും ചെയ്തു. അസ്മാസ്വയം പ്രണയിനീത്യ സുരേഷു തേഷു ജോഷം സ്ഥിതേഷു അധസമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശഗോ നിജരൂപമേത്യ സൊർഫാനുമർത്ഥ പരിപീത സുധാം വ്യലാവി. ആറാമത്തെ ശ്ലോകം. ത്വത്തസുദാഹരണയോഗ്യ ഫലം പരേഷു ദത്വാ ഗതേ ത്വയി സുരൈ ഖലു തേ വിഗൃഹ്ണൻ ഘോരേധമൂർച്ഛതിരണേ ബലിദൈത്യമായ വ്യാമോഹിതേ സുരഗണേ തുമിഹാവിരാസി. ത്വത്തഃ സുദാഹരണ യോഗ്യഫലം പരേഷു ദത്വാ ഗതേ ത്വയി സുരൈഹി ഖലു തേ വിഗൃഹ്ണൻ ഘോരേ അധ മൂർച്ഛതി രണേ ബലിദൈത്യമായ വ്യാമോഹിതേ സുരഗണേ ത്വം ഇഹ ആവിരാസി. ത്വത്തഃ അങ്ങനെ ആ ക്ഷീരാംബുദിയിൽ നിന്ന് ധന്വന്തരി മൂർത്തി അമൃതമായിട്ട് പൊങ്ങി വരുന്ന ആ സമയത്ത് ഭഗവാന്റെ കയ്യിൽ നിന്നും സുധ അപഹരണ യോഗ്യ ഫലം, അമൃത കലശം ദൈത്യന്മാർ മോഷ്ടിച്ചതിന് ശിക്ഷയായിട്ട് ആ അമൃത കലശം ദൈത്യന്മാർ മോഷ്ടിച്ചു, അതിന് യോജിച്ച രീതിയിൽ തന്നെ അവർക്ക് ഭഗവാൻ ഫലം നൽകി, ആ ശിക്ഷ നൽകി എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഭഗവാൻ അവർക്ക് ലേശം പോലും അമൃതത്തെ കൊടുക്കാതിരുന്നത് എന്ന് മേൽപ്പത്തൂർ പറയുകയാണ് ഇവിടെ. അങ്ങനെ ഭഗവാൻ ദൈത്യന്മാരെ ശിക്ഷിച്ചു മറഞ്ഞപ്പോൾ തേ ഖലു ആ അസുരന്മാരാകട്ടെ സുരേഹി ദേവന്മാരോട് ബഗൃണ്ണൻ യുദ്ധം ആരംഭിച്ചു. രണേ ഘോരേ അധമൂർച്ഛതി ആ യുദ്ധം അതിഭയങ്കരമായി മൂർച്ഛിച്ചപ്പോൾ സുരഗണേ ആ ദേവന്മാരിൽ ബലിദൈത്യമായ, അപ്പോൾ അസുരന്മാരുടെ രാജാവായിട്ടുണ്ടായിരുന്നത് മഹാബലിയായിരുന്നു. അങ്ങനെ ആ ബലിയുടെ മായാപ്രയോഗത്താൽ വ്യാമോഹിതേ മോഹിതരായി തീർന്ന ദേവന്മാരുടെ കൂട്ടത്തിൽ ത്വം ആവിരാസി അങ്ങ് വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ആ ക്ഷീരാംബുദിയിൽ നിന്നും ധന്വന്തരി മൂർത്തി അമൃതമായിട്ട് പൊങ്ങി വന്ന ആ സമയത്ത് ഭഗവാന്റെ കയ്യിൽ നിന്ന് അമൃത കലശം തട്ടിയെടുത്തുകൊണ്ട് പോയതിന്റെ ആ ഒരു രോഷം തീർക്കുവാനാണോ അവരെ ശിക്ഷിക്കുവാനാണോ ഭഗവാനെ അങ്ങ് ഇപ്രകാരം അവരെ ശിക്ഷിച്ചത്? അവർക്ക് ഒരു ശകലം പോലും അമൃതത്തെ കൊടുത്തില്ല. തീർച്ചയായിട്ടും അത് വാസ്തവം തന്നെയാവണം. കാരണം പാലാഴി മഥനം എപ്രകാരമാണോ രണ്ടുപേരും കൂടെ യോജിച്ച് ചെയ്തത് അതേ പ്രകാരം യോജിച്ച് നിന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും അതിന്റെ പങ്ക് പറ്റാമായിരുന്നു. ഇത് അപ്രകാരമല്ല കാണിച്ചത്. സാഹസം കാണിച്ചതിന്റെ ഫലമായിട്ട് ഭഗവാൻ അവരെ ശിക്ഷിച്ചു. അവർക്ക് ലേശം പോലും ആ അമൃതത്തെ കൊടുത്തില്ല. അങ്ങനെ ഈ അസുരന്മാരാകട്ടെ ദേവന്മാരോട് യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അപ്പോഴത്തെ അസുരന്മാരുടെ നേതാവായിരുന്ന മഹാബലി ദേവന്മാരുടെ നേർക്ക് മായാപ്രയോഗങ്ങൾ തുടങ്ങി. ആ മായയിൽ മോഹിതരായ ദേവന്മാരുടെ പക്ഷത്തേക്ക് ഭഗവാൻ വീണ്ടും എത്തപ്പെട്ടു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ത്വത്തസുദാഹരണയോഗ്യ ഫലം പരേഷു ദത്വാ ഗതേ ത്വയി സുരൈ ഖലു തേ വിഗൃഹ്ണൻ ഘോരേധമൂർച്ഛതിരണേ ബലിദൈത്യമായ വ്യാമോഹിതേ സുരഗണേ ത്വമിഹാവിരാസി. ശ്ലോകം 7.
ത്വം കാലനേമിമഥമാലിമുഖാൻ ജഗന്ധ ശക്രോ ജഘാന ബലിജംഭവലാൻ സപാകാൻ ശുഷ്കാർദ്രദുഷ്കരവധേ നമുചൗ ചലോനെ ഫേനേന നാരദഗിരാ നിരുണോരണം തം. ത്വം കാലനേമീം അധ മാലിമുഖാൻ ജഗന്ധ ശക്രഃ ജഘാന ബലി ജംഭ വലാൻ സപാകാൻ ശുഷ്കാർദ്ര ദുഷ്കര വധേ നമുചൗ ച ലൂനേ ഫേനേന നാരദഗിര നിരുണോ രണം തം. അധ അനന്തരം ത്വം അങ്ങാകട്ടെ കാലനേമി എന്ന അസുരനെയും മാലിമുഖാൻ മറ്റ് മാലി തുടങ്ങിയ അസുരന്മാരെയും ജഗന്ധ നിഗ്രഹിച്ചു. ശക്രഹ അപ്പോൾ ശക്രനാകട്ടെ ദേവേന്ദ്രൻ സപാകാൻ പാകാസുരനെയും ബലി ജംഭ വലാൻ ബലിയെയും മഹാബലിയെയും ജംഭാസുരനെയും വലൻ എന്ന അസുരനെയും ജഘാന വധിച്ചു. ശുഷ്ക ആർദ്ര ദുഷ്കരവധേ എന്നാൽ ശുഷ്കമായിട്ടുള്ള സാധനത്താലും ആർദ്രമായിട്ടുള്ള വസ്തുവിനാലും കൊല്ലുവാൻ കഴിയില്ല എന്നുള്ള ഒരു വരം ലഭിച്ച നമുചൗ ആ നമുജിയെ ഫേനേന ലൂനെ സമുദ്രത്തിലെ പതയാൽ അവനെ നിഗ്രഹിച്ചു. അപ്പോൾ നാരദഗിര നാരദന്റെ വാക്യം ബ്രഹ്മാവിന്റെ പ്രേരണ അനുസരിച്ച് നാരദ മഹർഷി അവിടെ എത്തി ഈ യുദ്ധം നിർത്തണം എന്ന് ആവശ്യപ്പെടുവാനായിട്ട്. അങ്ങനെ നാരദന്റെ വാക്ക് മാനിച്ചിട്ട് ഭഗവാൻ തം രണം നെരുണാഹ ആ യുദ്ധത്തെ അപ്പോൾ അവസാനിപ്പിച്ചു. അങ്ങനെ യുദ്ധം തുടങ്ങി. ആ ദേവന്മാരോട് കൂടി ചേർന്ന് ഭഗവാൻ കാലനേമിയെയും മാലി തുടങ്ങിയ അസുരന്മാരെയും നിഗ്രഹിച്ചു. അതേ അവസരത്തിൽ ദേവേന്ദ്രനാകട്ടെ പാകാസുരനെയും മഹാബലിയെയും ജംബാസുരനെയും വലാസുരനെയും നിഗ്രഹിച്ചു. പിന്നീടുണ്ടായിരുന്ന നമുചൗ എന്ന അസുരനായിരുന്നു. തന്നെ യാതൊരു തരത്തിലും തന്നെ ശുഷ്കമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആർദ്രമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടോ തന്നെ വധിക്കുവാൻ പാടില്ല എന്നുള്ള വരം നേടിയതിനാൽ അങ്ങനെയുള്ള ആയുധങ്ങൾ കൊണ്ട് അവനെ കൊല്ലുവാൻ സാധിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം സമുദ്രത്തിലെ നുര കൊണ്ട് പത കൊണ്ട് അവനെ ഛേദിച്ചു. ആ സമയം ബ്രഹ്മാവിനാൽ പ്രേരിതനായി ശ്രീ നാരദ മഹർഷി അവിടെ എത്തി. ഭഗവാൻ നാരദന്റെ വാക്കിനെ മാനിച്ച് ആ യുദ്ധം അവിടെ അവസാനിപ്പിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ത്വം കാലനേമി മഥമാലി മുഖാൻ ജഗന്ധ ശക്രോ ജഘാന ബലിജംഭവലാൻ സപാകാൻ ശുഷ്കാർദ്ര ദുഷ്കരവധേ നമുചൗ ചലൂനേ ഫേനേന നാരദഗിരാ നിരുണോരണം തം. എട്ടാമത്തെ ശ്ലോകം. യോഷാവപൂർധനുജമോഹനമാഹിതം തേ ശ്രുത്വാ വിലോകന കുതൂഹലവാൻ മഹേശ പൂതൈ സമം ഗിരിജയാ ജഗദപദം തേ സ്തുത്വാ ബ്രവീദഭിമദം ത്വമധോതിരോധ. യോഷാവപുഃ ധനുജമോഹനം ആഹിതം തേ ശ്രുത്വാ വിലോകന കുതൂഹലവാൻ മഹേശഃ പൂതൈഃ സമം ഗിരിജയാച ഗതഃ പദം തേ ശ്രുത്വാ അബ്രവീത് അഭിമതം ത്വം അധഃ തിരോദധാഃ. അങ്ങനെ ആ അസുരകുലത്തെ മോഹിപ്പിക്കുന്നതിനായിട്ട് കൈക്കൊണ്ട യോഷാവപുഃ ആ മോഹിനി രൂപത്തെ കുറിച്ച് ശ്രുത്വാ കേട്ടിട്ട് മഹേശഃ ശ്രീ പരമേശ്വരൻ വിലോകന കുതൂഹലവാൻ ആ ദിവ്യ സുന്ദരീ രൂപം ഒന്ന് ദർശിക്കുവാനുള്ള ആ ഒരു ആഗ്രഹത്താൽ കൗതുകത്തോടെ പൂതൈഹി ഗിരിജയാച സമം ഭൂതഗണങ്ങളോടും പാർവതീ ദേവിയോടും കൂടി തേ പദം ഗതഃ അങ്ങയുടെ ആ പദമായ വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു. അവിടെ എത്തിയിട്ട് സ്തുത്വ അങ്ങേ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് അഭിമതം അബ്രവീത് തന്റെ ആ ആഗ്രഹത്തെ അറിയിച്ചു. ത്വം അധഃ അപ്പോൾ അവിടുന്ന് ഉടനെ തന്നെ തിരോദധാഃ അവിടെ നിന്നും അപ്രത്യക്ഷനായി. അല്ലയോ ഭഗവാനെ, അവിടുന്ന് അസുരകുലത്തെ മോഹിപ്പിക്കുന്നതിനായിട്ട് കൈക്കൊണ്ട ആ മോഹിനി രൂപത്തെ കുറിച്ച് കേട്ടിട്ട് ശ്രീ പരമേശ്വരൻ ആ ദിവ്യ സുന്ദരീ രൂപം ഒന്ന് ദർശിക്കുന്നതിനായിട്ട് ശ്രീ പാർവതിയോടും തന്റെ ഭൂതഗണങ്ങളോടും കൂടി സന്തോഷത്തോടെ വൈകുണ്ഠ ലോകത്തിൽ എത്തിച്ചേർന്നിട്ട് അങ്ങയെ വാഴ്ത്തി സ്തുതിച്ചു. അതിനുശേഷം തന്റെ ആഗ്രഹത്തെ അറിയിച്ചു. അത് കേട്ട
അല്ലയോ ഭഗവാനെ, അങ്ങ് അവിടെ നിന്നും ഉടനെ തന്നെ അന്തർധാനം ചെയ്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. യോഷാവപൂർധനുജമോഹനമാഹിതം തേ ശ്രുത്വാ വിലോകന കുതൂഹലവാൻ മഹേശ പൂതൈ സമം ഗിരിജയാ ജഗദപദം തേ സ്തുത്വാ ബ്രവീദഭിമതം ത്വമധോതിരോധ. ശ്ലോകം 9. ആരാമസീമനി ച കന്ദുകഖാദലീല ലോലായമാനനയനാം കമനീം മനോജ്ഞാം ത്വാമേഷ വീക്ഷ്യ വികളദ്വസനാം മനോഭൂ വേഗാദനങ്കരിപുരംഗ സമാലിലിംഗ. ആരാമസീമനി ച കന്ദുകഖാദലീല ലോലായമാന നയനാം കമനീം മനോജ്ഞാം ത്വാം ഏഷ വീക്ഷ്യ വികളത് വസനാം മനോഭുഹു വേഗാത് അനങ്കരിപുഹു അംഗ സമാലിലിംഗ. അങ്ങനെ ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്നും അപ്രത്യക്ഷനായി പൊടുന്നനെ അവിടെ ഒരു ഉദ്യാനമാണ് പിന്നീട് ദർശിക്കുന്നത്. ആരാമസീമനി ഉദ്യാനം. ആ ഉദ്യാനത്തിൽ കന്തുക ഖാദലീല, കന്തുകം പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ലോലായമാന നയനാം, പന്തടിച്ച് കളിച്ചുകൊണ്ട് ആ പന്തിന്റെ ചലനത്തിനൊപ്പം ഇളകിക്കൊണ്ടിരിക്കുന്ന ആ നേത്രത്തോടു കൂടിയ കമനീം മനോജ്ഞാം, അതിമനോഹരിയായ ഒരു ദിവ്യ സ്ത്രീയുടെ രൂപത്തിൽ ഭഗവാനെ കണ്ടിട്ട് അനങ്കരിബുഹു, ആ കാമദേവനെ ചുട്ട ആ പരമേശ്വരൻ, അതായത് കാമത്തെ ജയിച്ച ആ മഹേശ്വരൻ, ആ മഹേശ്വരനാണ് ഇവിടെ കാമം ജനിക്കുന്നത്. അതുകൊണ്ടാണ് അനങ്കരിബുഹു, ആ കാമദേവനെ ചുട്ട മഹേശ്വരൻ വികളത് വസനാം, വികളത് അത് സ്ഥാനഭ്രംശം വന്ന, പന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറ്റത്ത് വസ്ത്രങ്ങൾക്ക് ഒരു ചലനം സംഭവിച്ചു, അങ്ങോട്ട് മാറിപ്പോയി, നീങ്ങിപ്പോയി. അങ്ങനെ കാറ്റിൽ അഴിഞ്ഞുലഞ്ഞ് നീങ്ങിയ ആ വസ്ത്രത്തിനിടയിലൂടെ ആ സൗന്ദര്യം കണ്ടിട്ട് മനോഭൂവേഗാത്, ആ മനസ്സിന്റെ അത്ര വേഗത്തിൽ സമാലിലിംഗ, ആ മനോഹരിയെ മഹാദേവൻ വാരിപ്പുണർന്നു. അപ്പോൾ അങ്ങനെ ആ ഉദ്യാനമാണ് പിന്നീട് കാണുന്നത്. ആ ഉദ്യാനത്തിൽ പന്തടിച്ച് കളിച്ചുകൊണ്ട് പന്തിന്റെ ആ ചലനത്തിനൊപ്പം ഇളകിക്കൊണ്ടിരിക്കുന്ന നേത്രങ്ങളോടും കാറ്റിൽ അഴിഞ്ഞുലഞ്ഞ് സ്ഥാനഭ്രംശം വന്നതായിട്ടുള്ള ആ വസ്ത്രങ്ങളോടും കൂടി ആ മോഹിനീ രൂപത്തെ ദർശിച്ചപ്പോൾ കാമദേവനെ നെറ്റിക്കണ്ണാൽ ചുട്ടരിച്ച ആ പരമശിവൻ കാമപാരവശ്യത്തോടെ ആ മോഹിനിയെ വാരിപ്പുണർന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ആരാമസീമനി ച കന്ദുകഖാദലീല ലോലായമാന നയനാം കമനീം മനോജ്ഞാം ത്വാമേഷ വീക്ഷ്യ വികളദ്വസനാം മനോഭൂ വേഗാദനങ്കരിപുരംഗ സമാലിലിംഗ. ശ്ലോകം 10. പൂയോ വിവിദ്രുതവതീമുപധാവ്യ ദേവോ വീര്യപ്രമോക്ഷ വികസത് പരമാർത്ഥബോധാം ത്വന്മാനിതസ്തവ മഹത്വമുവാച ദേവ്യൈ തത്താദൃശസ്ത്വമവവാദ നികേതനാഥ. പൂയഃ അപി വിദ്രുതവതീം ഉപധാവ്യ ദേവാഃ വീര്യ പ്രമോക്ഷ വികസത് പരമാർത്ഥം ബോധഃ ത്വന്മാനിതഃ തവ മഹത്വം ഉവാച ദേവ്യൈ തത്താദൃശഃ ത്വം അവ വാദ നികേതനാഥ. പൂയഃ അപി പിന്നീട് അവിടെ വിദ്രുതവതീം ഉപധാവ്യ ദേവഃ, ആ മഹാദേവന്റെ പിടിയിൽ നിന്നും കുതറിയോടിയ മോഹിനിയെ, അങ്ങനെ പൊടുന്നനെയാണ് മഹാദേവൻ ആ മോഹിനിയെ വാരിപ്പുണർന്നത്. അപ്പോൾ മഹാദേവന്റെ കയ്യിൽ നിന്നും കുതറിയോടിയ ആ മോഹിനിയെ പിന്തുടർന്നുകൊണ്ട് ആ അനങ്കരിവു ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വീര്യപ്രമോക്ഷ വികസത്, ആ മോഹിനിയോടുള്ള ആ ഒരു കാമത്താൽ പെട്ടെന്ന് ഭഗവാനിൽ ആ ഒരു വികാരം ഉണ്ടാകുകയാണ്. അങ്ങനെ പെട്ടെന്ന് ആ ബോധം ഉണ്ടാവുകയാണ്, ഇത് വിഷ്ണുമായയാണല്ലോ, ഇത് വിഷ്ണുവിന്റെ മായയാണല്ലോ. ആ പരമാർത്ഥ ബോധം ഉണ്ടായ മഹാദേവൻ ത്വന്മാനിതഃ, അങ്ങയാൽ ബഹുമാനിക്കപ്പെട്ട ആ മഹേശ്വരൻ തവ മഹത്വം, അങ്ങയുടെ ആ മഹത്വത്തെ, ആ മഹാത്മ്യത്തെ കുറിച്ച് ദേവിയോട് ഉവാച പറഞ്ഞു. ഉമാദേവിക്ക് ആ ഭഗവത് മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അല്ലയോ വാദനികേതനാഥ, അല്ലയോ ഗുരുവായൂരപ്പ, തത്താദൃശഃ, ഇത്രയും അനന്ത മഹാത്മ്യങ്ങളുള്ള ത്വം അവ, എന്നെ പരിപാലിച്ചാലും. അങ്ങനെ മഹാദേവന്റെ പിടിയിൽ നിന്നും കുതറിയോടിയ ആ മോഹിനിയെ പിന്തുടർന്നുകൊണ്ട്
വീണ്ടും വീണ്ടും ഓടിക്കൊണ്ടിരുന്ന മഹാദേവന് പെട്ടെന്ന് വിഷ്ണുമായയായ ആ മോഹിനി ആണെന്ന ആ പരമാർത്ഥ ബോധം ഉദിച്ചതോടെ ഭഗവാനാൽ ബഹുമാനിക്കപ്പെട്ടതായ ആ മഹേശ്വരൻ ഭഗവാന്റെ ആ മഹാത്മ്യത്തെക്കുറിച്ച് ഉമാദേവിക്ക് പറഞ്ഞുകൊടുത്തു. അപ്രകാരം എല്ലാം ഇരിക്കുന്ന അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ വാതനികേതനാഥ, അവിടുന്ന് എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ദശകം മേൽപ്പത്തൂർ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഭൂയോപി വിദ്രുതവതീമുപധാവ്യ ദേവോ വീര്യപ്രമോക്ഷ വികസത്പരമാർത്ഥബോധ ത്വന്മാനിതസ്തവ മഹത്വമുവാച ദേവ്യൈ തത്താദൃശസ്ത്വമവവാദ നികേതനാഥ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.